തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലാബ് ജീവനക്കാരിക്ക് കുത്തേറ്റു. മിഥുര ലാബിലെ ജീവനക്കാരിക്കാണ് കുത്തേറ്റത്. യുവതിയെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ആരാണ് അക്രമം നടത്തിയത്? ഇയാൾ പിടിയിലായിട്ടുണ്ടോ? സ്മൃതി, 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നെയ്യാറ്റിൻകര പാറശാല അതിർത്തിയോട് ചേർന്നുള്ള പ്ലാമൂട്ടുകടയിൽ സ്ഥിതി ചെയ്യുന്ന മിഥുല ലാബിലെ ജീവനക്കാരിക്കാണ് ഇപ്പോൾ ഈ കുത്തേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ് പാറശാല പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ലാബിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നു. ഈ ജീവനക്കാരിക്ക് നെഞ്ചിൽ കുത്തേറ്റു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. നിലവിൽ പാറശാല പോലീസ് സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ കുത്തേറ്റ യുവതിയെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള പ്രാഥമിക വിവരം കൂടിയാണ് ലഭിക്കുന്നത്. എന്താണ് കാരണമെന്ന് നിലവിൽ വ്യക്തമല്ല. ആരാണ് ഈ ലാബിലേക്ക് എത്തിയതെന്നുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. കാരണം പട്ടാപ്പകലാണ് ജീവനക്കാരിക്ക് ഈ അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവരെ പരിചയമുള്ള ആരെങ്കിലും ആണോ എന്നുള്ളതിലും വ്യക്തത വന്നിട്ടില്ല. നാട്ടിലുള്ള ആൾക്കാരുമായി ഇപ്പോൾ സംസാരിക്കുമ്പോഴും മറ്റു വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ലാബ് കൂടിയാണ്. 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ലാബിലേക്ക് കയറി ജീവനക്കാരിയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം ആ സംഭവ സ്ഥലത്ത് നിന്നും ഈ ആള് കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. ഇതിനുശേഷം നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്നാണ് ഈ നാട്ടുകാർ തന്നെയാണ് യുവതിയെ ഇപ്പോൾ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയായ നിംസിലേക്ക് യുവതി അതിവേഗം എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നെഞ്ചിലാണ് കുത്തേറ്റു എന്നുള്ള വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ഈ യുവതിയുടെ നില ഗുരുതരമാണെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ പാറശാല പോലീസും അതുപോലെ തന്നെ നെയ്യാറ്റിൻകര പോലീസും ഈ സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നിംസ് ആശുപത്രിയിലാണ് യുവതിയെ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് എത്തിച്ചിരിക്കുന്നത്.